ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കേരള രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ സാംസ്കാരിക മണ്ഡലത്തിലുമെല്ലാം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഗുരുപൂജ എന്ന പേരിൽ പാദപൂജ നടത്തി കേരളത്തിന് അപമാനം വരുത്തി വെച്ച സംഭവം. ബന്ദടുക്കയിലും ഈ ദുഷ്പ്രവൃത്തി അരങ്ങേറി എന്നുള്ളതാണ് ഈ നാടിൻ്റെ നാണക്കേട്. ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ പറയുന്നത് ആ ഗുരുപൂജയെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ പാദസേവയെ അംഗീകരിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം, ഇവിടെ ഇങ്ങോട്ട് ഉണ്ടാവാം. ഗുരുക്കന്മാരെ ബഹുമാനിക്കണമെന്ന പൊതുനയം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവരും ഉള്ളത്. പഠിപ്പിച്ച അധ്യാപകരെ ബഹുമാനിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന ബഹുമാനമാണ്. അതല്ലാതെ ഒരു അധമ വികാരം, അധമബോധം കുട്ടികളിൽ സൃഷ്ടിക്കാൻ ഉതകുന്ന രീതിയിൽ കാല് കഴുകിച്ച് പൂജ നടത്തുന്ന ഈ ദുർനടപടി ഏത് പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുക? ഇവിടെ കാസർഗോഡ്, ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ ജില്ലകളിലാണ് ചില സ്കൂളുകളിലാണ് വിദ്യാർത്ഥികളെ കൊണ്ട് ഈ അധ്യാപകർ കാല് കഴിക്കുന്ന സ്ഥിതി ഉണ്ടായത്. അതവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മാത്രം തീരുമാനമെന്നോ നടപടിയെന്നോ ഞങ്ങൾ കാണുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി അത്തരം വിദ്യാലയങ്ങൾ നടത്തുന്നവരുടെ അപകടകരമായ മനുഷ്യത്വ വിരുദ്ധമായ, മതേതര വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ മനസ്സിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ചാതുർവർണ്ണത്തിൻ്റെയും മനുസ്മൃതിയുടെയും എല്ലാം വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോഗവൽക്കരണമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അധ്യാപകന്മാരെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നു. എത്ര കൊല്ലം മുമ്പ് പഠിപ്പിച്ച അധ്യാപകനായാലും ഒരു അധ്യാപകൻ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയാണ്ടില്ലേ മുണ്ട് മടക്കി കുത്തിയിരുന്നെങ്കിലും താഴ്ത്തി സർ ഇവിടെ പോയിരുന്നു. സാധാരണ ഇതുപോലെ പാദപൂജ നടത്തി ഇല്ലേ, പാദപൂജ നടത്തിയാണ്. പാലും പനിനീരും വെള്ളവും കൊണ്ട് കാല് കഴുകി സിന്ദൂരവും ചന്ദനവും പൂക്കളും ചാർത്തിയുള്ള ചടങ്ങാണ്. നിങ്ങൾ കണ്ടില്ലേ ടി വി? ഈ പ്രബുദ്ധ കേരളത്തിന്, സാംസ്കാരിക കേരളത്തിന്, മതേതര കേരളത്തിന് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? എന്താണ് RSS ഉദ്ദേശിക്കുന്നത്? RSSന് വളരെ പ്രകടമായിട്ടൊരു പ്രത്യയശാസ്ത്രമുണ്ട്. അത് വളരെ കൃത്യമായി അവർ പ്രതിനിധാനം ചെയ്യുന്ന ഭൂരിപക്ഷ വർഗീയതയുടെ പ്രത്യയശാസ്ത്രമാണ്, തീവ്ര ഹിന്ദുത്വത്തിന്റെ പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ വളരുന്ന തലമുറയെ ഇവരുടെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് അനുരോധമായി, അനുഗുണമായി എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാം എന്നുള്ളതിന്റെ പ്രായോഗിക പദ്ധതികളുമായിട്ടാണ് RSS ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലെയുള്ള വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്നത്. ഓരോ ഘട്ടത്തിലും അങ്ങനെയായിരുന്നു. RSSന്റെ പ്രത്യയശാസ്ത്രം എന്താ? ഒരു മതേതര ഇന്ത്യക്കും മതേതര കേരളത്തിനും ചേർന്നതാണോ? ഇന്ത്യൻ വിദ്യാഭ്യാസം എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയുടെ, ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള പഠനവും പ്രവർത്തനവും പാഠ്യപ്രവർത്തനവുമാണോ? ഇന്ത്യൻ വിദ്യാഭ്യാസം മതേതരവും, ഇന്ത്യൻ വിദ്യാഭ്യാസം ജനാധിപത്യപരവും, ഇന്ത്യൻ വിദ്യാഭ്യാസം ശാസ്ത്രീയവുമാകണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിട്ടില്ലേ? ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസം അതല്ലേ? അങ്ങനെയുള്ളൊരു മതേതര രാഷ്ട്രമായിട്ട് ഇന്ത്യയിൽ മതനിരപേക്ഷക്കെതിരായി മതനിരപേക്ഷതയ്ക്ക് പോർലേൽപ്പിക്കുന്ന വിധം താൻ പ്രതിനിധാനം ചെയ്ത പ്രത്യയശാസ്ത്രത്തിന് വിരോധമായി ആ പ്രത്യയശാസ്ത്രം ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ പോലും അടിച്ചേൽപ്പിക്കണമെന്ന ധിക്കാരപരമായിട്ട് നിലപാട് ഭരണവർഗം തന്നെ സ്വീകരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അപ്പോ ഇന്ന് ഇത്തരം വിദ്യാലയങ്ങൾ നടക്കുന്ന പൂജയും സംഘ സംവിധാനങ്ങളുമെല്ലാം അതിന് വലിയൊരു പ്രത്യയശാസ്ത്ര തലമുണ്ട്, അതിനൊരു വലിയ പിന്തുണയുണ്ട്. അത് രാജ്യം ഭരിക്കുന്ന വർഗീയ പിന്തിരിപ്പൻ പ്രസ്ഥാനമായിട്ടുള്ള BJP, RSSന്റെയും സംഘപരിവാറിന്റെയും രാഷ്ട്രീയ രൂപമായിട്ടുള്ള BJPയുടെ കൃത്യമായ നിലപാടാണ്. ആ കൃത്യമായ നിലപാട് നടപ്പിലാക്കിക്കൊണ്ടാണ് RSSും സംഘപരിവാറും മുന്നോട്ടേക്ക് പോകുന്നത്. ഇത് മതേതര കേരളത്തിന് അംഗീകരിക്കാൻ വേണ്ടി കഴിയുമോ? മതേതര നിലപാട് വിദ്യാർത്ഥികളിൽ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ മതേതര സമൂഹത്തിൽ ജീവിക്കുന്ന അധ്യാപകന്മാർക്കില്ലേ? ആ അധ്യാപകന്മാർ കുട്ടികളെ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ അന്ധവിശ്വാസവും അനാചാരവും അടിച്ചേൽപ്പിക്കുകയാണോ വേണ്ടത്? ഇതേത് കാലം? ഇത് IT യുഗം, നവീന ശാസ്ത്രീയ യുഗം. വിദ്യാലയങ്ങളിൽ നിന്ന് ടെക്നോക്രാറ്റുകൾ പുറത്തു വരുന്ന വർത്തമാന കാല നവീന ശാസ്ത്രീയ യുഗമല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമല്ലേ? അങ്ങനെ ശാസ്ത്രമേറെ വളരെ കുതിച്ചുകൊണ്ട് പുരോഗമിച്ചുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മേഖലയിൽ വിസ്മയകരമായ പുരോഗതിയും മുന്നേറ്റവും ഈ നാടിന്റെ സാക്ഷ്യപത്രമായി മാറുമ്പോൾ
അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട്, അതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും ദുർനടപടികളിലേക്ക് അത് പ്രചരിപ്പിക്കുന്നതിനായി വളരുന്ന തലമുറയെ ശാസ്ത്രബോധവും യുക്തിചിന്തയും വിദ്യാർത്ഥികൾ വളർത്തിയെടുക്കുന്നതിന് പകരം അവരെ തെറ്റായ വഴിക്ക് ചിന്തിക്കാനും തെറ്റായ വഴിയിലൂടെ നയിക്കാനുമുള്ള അബദ്ധസഞ്ചാരത്തിലേക്ക് നമ്മുടെ വളരുന്ന തലമുറയെ നയിക്കുകയാണ് RSS. ബന്തെടുക്കയിലെ BJP-കാരുണ്ടാകാം. ആ BJP-യിൽ തന്നെ പ്രവർത്തിക്കുന്ന മതേതര ബോധമുള്ളവർ നന്നേ കുറവായിരിക്കാം. പക്ഷേ ഈ കേരളത്തിന് എത്രയേറെ സവിശേഷതകളുണ്ട്. മതേതരത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകേട്ട നാടാണ് കേരളം. മതനിരപേക്ഷതയുടെ നാടാണ് കേരളം. മതനിരപേക്ഷ മനസ്സ് ശാക്തീകരിക്കപ്പെട്ട നാടാണ് കേരളം. മതനിരപേക്ഷ ഐക്യം നിലകൊള്ളുന്ന സംസ്ഥാനമാണ് കേരളം. ആ മതനിരപേക്ഷ കേരളത്തിന് അപമാനം വരുത്തി വെക്കുന്ന രൂപത്തിലേക്കുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ BJP ആയാലും കോൺഗ്രസ് ആയാലും രാഷ്ട്രീയാഭിമുഖ്യമുള്ള രക്ഷിതാക്കളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇത് പുരോഗമന കേരളമാണ്. ഇത് RSS-കാരനും BJP-കാരനും ജനസംഘക്കാരനും വെച്ച് നീട്ടിയിട്ട് അത് കാര്യമല്ല. ഈ കേരളത്തിന്റെ വളർച്ചയുടെ മുന്നേറ്റത്തിന്റെ പുരോഗതി എന്നുള്ളത് ഇന്നത്തെ നിലയിലേക്ക് സാംസ്കാരിക പ്രബുദ്ധതയുടെയും രാഷ്ട്രീയ പ്രബുദ്ധതയുടെയും സാക്ഷര സമ്പന്നതയുടെയും കൊടുമുടി കയറാൻ ഈ കേരളത്തിന് സാധിച്ചത് വർഷങ്ങളായി കേരളത്തിൽ നടന്നു വന്ന ഉജ്ജ്വലമായിട്ടുള്ള സമരങ്ങളുടെയും പ്രതികരണത്തിന്റെയും പ്രതിഷേധത്തിന്റെയും എല്ലാം ഫലമായിട്ടാണ്. നവോത്ഥാന പ്രസ്ഥാനം ജാത്യാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, മനുഷ്യന്റെ സാമൂഹ്യ അവസ്ഥകൾക്കെതിരായിട്ടോ ശ്രീനാരായണ ഗുരു, അയ്യങ്കാരെയും വാഗ്ഭടാനന്ദനും വീട്ടിപ്പെട്ടിരിപ്പാടും ഉൾപ്പെടെയുള്ള വലിയ ഒരു നവോത്ഥാന നേതാക്കളുടെ വൻനിര തന്നെ ഈ കേരളത്തിലെ അന്ധവിശ്വാസങ്ങൾ ഒഴിച്ചുകൂടാൻ, അനാചാരങ്ങൾ വലിച്ചെറിയാൻ ഈ സമൂഹത്തിൽ പ്രവർത്തിച്ച മഹത് വ്യക്തികളാണ്. ആ മഹാന്മാരുടെ, ആ നവോത്ഥാന നായകരുടെ ഉജ്ജ്വലമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്, അവർ ഒഴുകി മറിച്ച മണ്ണിലൂടെയാണ് കേരളം മുന്നോട്ട് സഞ്ചരിച്ചത്. പിന്നീട് ആ ഉത്തരവാദിത്വം സാമൂഹ്യ വിശുദ്ധ പരിഹരിക്കാനുള്ള പ്രവർത്തനം നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നടന്നപ്പോ പിന്നീട് ഒരു ജനതയുടെ, ഒരു നാടിന്റെ സാമ്പത്തിക അവശത പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനമാണ് ഏറ്റെടുത്തത്. അപ്പോഴാണ് മണ്ണിൽ അധ്വാനിക്കുന്ന സാധാരണ കർഷക തൊഴിലാളി ചളിയിൽ ചവിട്ടിമെതിക്കപ്പെടുന്ന പൂഴ്ത്തപ്പെടുന്ന ആ തൊഴിലാളിയുടെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് അവരോട് പറഞ്ഞു, നീ എടുക്കുന്ന പണിക്ക് മതിയായ കൂലി ലഭ്യമാക്കണം. നിന്റെ വലത് കൈയുടെ മുട്ടി ആകാശത്തേക്ക് ചുരുട്ടിയെറിയണം. വിളിക്കണം നീ ഗുലാബ് സിന്ദാബാദ്. പണിയെടുത്തവർ മതിയായ കൂലി ലഭ്യമാക്കണം. അങ്ങനെയുള്ള സമരമുഖങ്ങളിൽ തീജ്വാല പടർത്തിക്കൊണ്ടുള്ള ഉജ്ജ്വലമായ കർഷക തൊഴിലാളി സമര മുന്നേറ്റത്തിന്റെ വീരഗാഥ ഈ കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ആ ചവിട്ടിത്താഴ്ത്തപ്പെടുന്ന തൊഴിലാളിയോടൊപ്പമായിരുന്നില്ല, കർഷക തൊഴിലാളിയോടൊപ്പമായിരുന്നില്ല ഇവിടത്തെ RSS-കാരനും സംഘപരിവാരകാരനും. അവനെ ചവിട്ടിത്താഴ്ത്തുന്ന ഉടമയുടെ ഒപ്പമായിരുന്നു. എപ്പോഴും ഉടമയോടൊപ്പമാണ്. ആ ഉടമയോടൊപ്പം നിന്ന് ജന്മിത്വത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച, ജന്മിവർഗത്തിന് വേണ്ടി വിട്ടുപണി ചെയ്ത, സാമ്രാജ്യത്വത്തിനെതിരായി ഒരു ശബ്ദം പോലും കൊണ്ടയനക്കാൻ പോലും ധൈര്യമില്ലാതിരുന്ന RSS-ന്റെ ചരിത്രം നമ്മളാരും മറന്നുപോയോ? അതാണ് കേരളം. അങ്ങനെ ഇവർ നടത്തിയ പോരാട്ടത്തിന്റെ, സമരത്തിന്റെ എല്ലാം ഫലമായിട്ടാണ് ഇന്ന് കേരളം വളർന്ന് വികസിച്ച് പുതിയ കേരളമായിട്ട് രൂപപ്പെടുത്തിയെടുത്തത്. ഓരോ ഘട്ടത്തിലും എന്തെല്ലാം പുരോഗമന വിരുദ്ധ ചിന്തകൾ വളർത്തിക്കൊണ്ടുവരാൻ കേരളത്തിൽ പല ശക്തികൾ ശ്രമിച്ചു. അവിടെയൊന്നും ഈ കേരളത്തിന് പ്രമുഖരായിട്ട് ജനത വഴങ്ങിയിട്ടില്ല. ഇപ്പോഴും ഇതാ മഴ പെയ്യുമ്പോൾ പറയാണ്, ഈ സമരത്തി അണക്കാൻ ഈ മഴക്ക് കഴിയൂ. ഇത് പ്രതിഷേധത്തിന്റെ പെരുമഴയാണ്. ഈ പ്രതിഷേധത്തിന്റെ പെരുമഴയാണ് ഇവിടെ പെയ്യുന്നത്. കാരണം ഉജ്ജ്വലമായിട്ടുള്ള സമരത്തിന്റെ, പ്രതിരോധത്തിന്റെ, പ്രതികരണത്തിന്റെ വാർത്തകളാണ് ഇന്നും ഇന്നലെയുമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട നഗര ശിലാകേന്ദ്രങ്ങളിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുന്നിലേക്ക് 10,000-കണക്കിന് യുവജനങ്ങളും വിദ്യാർത്ഥികളും മാർച്ച് ചെയ്ത് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ നാടിനെ രക്ഷിക്കണം. ആ നാടിനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ ശുഭ്രപതാകയും കയ്യിലെന്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ശുഭ്രപതാക കയ്യിലെന്തിയിട്ടുള്ള യുവജന പ്രവർത്തകർക്കും മാത്രമേ കഴിയൂ. കാരണം ഞങ്ങൾ ഈ കൊടിയുടെ നിറം വെള്ള നിറമാണ്. സപ്തവർണ്ണങ്ങളുടെ സങ്കരമാണ് വെള്ള നിറം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ബഹുസ്വരതയാണ്. ഏതെങ്കിലും ഒരു ജാതിയുടെ മതത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിച്ച് ഭരണനിർവഹണം നടത്തി മുന്നോട്ട് പോവുകയല്ല, മറിച്ച് മതനിരപേക്ഷത സംരക്ഷിച്ചുകൊണ്ട് ജനാധിപത്യ വഴിത്താരയിലൂടെ ഒരു നാടിനെ, ഒരു രാജ്യത്തെ, ഒരു ജനതയെ മുന്നോട്ട് നയിക്കുവാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതിന് പകരം ഇന്ത്യൻ ഭരണാധികാരികൾ തന്നെ മതേതരത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർത്തുകൊണ്ടുള്ള ഒരു ഭരണനിർവഹണമല്ലേ ഇന്ത്യയിൽ നടക്കുന്നത്? ഏതെല്ലാം മേഖലയിൽ ഇന്ന് പാദപൂജ
ഇന്നലകളിലോ BJP ആദ്യഘട്ടത്തിൽ UP-യും മധ്യപ്രദേശും രാജസ്ഥാനും ഭരണത്തിലേക്ക് വന്നപ്പോൾ എന്താ ചെയ്തത്? 11ാം ക്ലാസ്സിനും 12ാം ക്ലാസ്സിനും സിലബസ് പരിഷ്കരണം നടത്തി. മതേതര ഇന്ത്യയുടെ മതേതര താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള സിലബസ് പരിഷ്കരണം. ഇപ്പോൾ എന്താ BJP ഗവൺമെന്റ് ചെയ്യുന്നത്? ചരിത്രം തന്നെ മായ്ച്ചു കളയുക. മുഗളന്മാരുടെ ചരിത്രം ഇല്ലേ, ഔറംഗസീബും ബാബറും അക്ബറും എല്ലാം നമ്മൾ പഠിച്ചതല്ലേ, ഷാജഹാനും. അങ്ങനെ ഒരു മുഗൾ ചക്രവർത്തിമാരുടെ ഭരണകാലയളവ്. അക്ബർ ഏറ്റവും പ്രധാന മതസൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഭരണാധികാരിയായിരുന്നു. ദീനിലാഹി പോലെയുള്ള മതം രൂപീകരിച്ചു. ആ ഉജ്ജ്വലമായിട്ടുള്ള ഭരണ നിർവഹണം നടത്തിയില്ല ഭരണകർത്താക്കൾ. മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമായി ഭരണകർത്താക്കളുടെ പേരും ഭരണകാലയളവും മുഗൾ സാമ്രാജ്യ കാലഘട്ടവും എല്ലാം ചരിത്രത്തിൽ നിന്ന് മായ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ ചരിത്രം ഇനി കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്നാണ് ഈ നാടിന്റെ പോക്ക് അങ്ങോട്ട്. അപ്പൊ വളരെ കൃത്യമാണ് മനുസ്മൃതിയുടെ, ചാതുർവർണ്ണ്യത്തിന്റെ, മനുഷ്യത്വ വിരുദ്ധതയുടെ, മത സൗഹാർദ്ദത്തിന് പോർവേൽപ്പിക്കുന്ന രീതിയിലേക്കുള്ള അപകടകരമായ നീക്കങ്ങളാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ മതനിലപാട് വിദ്യാലയങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നതും കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതും ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ബാലാവകാശ കമ്മീഷൻ തന്നെ ആധികാരികമായിട്ട് അതിന്റെ പ്രതികരണം പുറത്തുവിട്ടിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ പറഞ്ഞു ഇത് കേരളത്തിൽ അംഗീകരിക്കാൻ കഴിയുമോ? അപ്പൊ വളരെ കൃത്യമായിട്ടുള്ള രീതിയിലാണ്. ഞങ്ങൾ DYFI ആയാലും SFI ആയാലും CPIM ആയാലും ഒന്നും ഒരു മതവിരോധ പ്രസ്ഥാനമൊന്നുമല്ല. അങ്ങനെയാണല്ലോ ഇപ്പൊ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ്? ഇത്തരം സ്കൂളുകളിൽ എല്ലാവരും മക്കളും പഠിക്കുന്നില്ലേ? അപ്പോ എന്താ ഹിന്ദു മതത്തോട് ഇത്ര വിരോധം? അങ്ങനെ ഒരു മതവിരോധ പ്രസ്ഥാനമല്ല ഈ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. പക്ഷെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മതവിരോധ പ്രസ്ഥാനമല്ല. പക്ഷേ ഇവിടെ രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തുകയാണ്. അത് അംഗീകരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? മതത്തെ രാജ്യത്ത് വർഗീയവൽക്കരിക്കുകയാണ്. മതത്തിന്റെ പേരിൽ അതിന്റെ ആശയങ്ങൾ, പ്രത്യയശാസ്ത്രമെല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട ജനവിഭാഗത്തെ വേട്ടയാടുന്ന നാടുകളായിട്ട് ഇന്ത്യ മാറിയില്ലേ? എന്തെല്ലാം അപകടകരമായിട്ടുള്ള വാർത്തകളാണ് ഇന്ത്യയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യമാണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ അഹംഭാവാധിപത്യമാണ്. ഒരു ഭരണാധികാരിയുടെ അഹംഭാവാധിപത്യമാണ്. ഇന്ത്യയുടെ എല്ലാ നന്മയെയും കുത്തിച്ചോർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കുന്നു, കാവ്യവൽക്കരിക്കുന്നു. അതിന്റെ കേരള സാമ്പിളാണിത്. ഇത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? മതേതരത്വവും ഉദാരതയും ബഹുസ്വരതയും ജനാധിപത്യവും എല്ലാം ഈ മൂല്യങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ റിപ്പബ്ലിക് ശക്തമായി അകന്നു പോകുന്ന വർത്തമാനകാല ഇന്ത്യ. അവിടെയാണ് നമ്മൾ പ്രതികരണം ഉയർത്തേണ്ടത്. അവിടെയാണ് നാം പ്രതിഷേധം ഉയർത്തേണ്ടത്. വളരെ ആസൂത്രിതമായ രീതിയിലാണ് ഈ ഒരു പ്രവർത്തനങ്ങളിലേക്ക് BJP-യും RSS-ഉം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ മുന്നിട്ടിറങ്ങണം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആചരിച്ചു പോകുന്നവരുണ്ടായിക്കോട്ടെ. മതവിശ്വാസികൾക്കും ദൈവവിശ്വാസികളും നാട്ടിലുണ്ടാവാം. അതിന് നമ്മൾ ആരോഗ്യമില്ലല്ലോ. പക്ഷേ ഇവിടെ ആചാരം എന്നതിന്റെ പേരിൽ അനാചാരം പ്രോത്സാഹിപ്പിക്കുകയാണ്. അതാണ് ഇവിടെ പ്രശ്നം. അപ്പൊ വിശ്വാസത്തിന് പകരം ആളുകൾക്ക് ദൈവവിശ്വാസം ഉണ്ടാവാം, മതവിശ്വാസം ഉണ്ടാവാം, ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ വിശ്വാസമാണോ പ്രചരിപ്പിക്കുന്നത്? ഇവിടെ വിശ്വാസത്തിന്റെ പ്രതീകമാണോ പാദസേവ? ഈ കാലുകളിൽ ആണോ? അധ്യാപകന്റെയും മുന്നധ്യാപകന്റെയും മാത്രമല്ലല്ലോ. ഏറ്റവും രസകരമായ സംഭവം എന്താ? ആലപ്പുഴ ജില്ലയിലെ നൂറിനാട് ഇടപ്പോണിലെ സ്കൂളിൽ BJP ആലപ്പുഴ ജില്ലാ സെക്രട്ടറിന്റെ കാല കഴിയുന്നു. ജില്ലാ സെക്രട്ടറിന്റെ കാല് കഴിഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ആലോചിച്ചു. ജില്ലാ സെക്രട്ടറിന്റെ കാലം എന്താ? പഞ്ചായത്ത് മെമ്പർ കൂടിയാ. നൂറിനാട് പഞ്ചായത്ത് മെമ്പർ KK അനൂപിന്റെ കാല കഴിയും. എന്ത് മറുപടി പറയാൻ ഇവിടുത്തെ BJP-ക്കാർ? എന്റെ RSS-കാരൻ നിനക്ക് എന്ത് മറുപടി പറയാനുണ്ട്? ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുമോ? ഇത് ഈ പ്രബുദ്ധ കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഇതിനെതിരായിട്ടാണ് ഉജ്ജ്വലമായ പ്രതിഷേധം. ഇതിനെതിരായിട്ടാണ് വിദ്യാർത്ഥികളും യുവജനങ്ങളും സമൂഹത്തിന്റെ സമസ്ത മേഖല ജനങ്ങൾ, മതേതര വിശ്വാസികൾ, ജനാധിപത്യവാദികൾ ഒന്നിച്ചു നിന്ന് അതിശക്തമായി പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത്. വളരെ ആസൂത്രിതമാണ്. മനുസ്മൃതിയും വരും നാളുകളിൽ വിചാരധാര തന്നെ പാഠപുസ്തകമാക്കി സ്കൂളുകളിൽ നന്നായി പഠിപ്പിച്ചാലും അത്ഭുതപ്പെടാനില്ല. കാഞ്ഞിരമരത്തിൽ നിന്ന് മധുരനാരങ്ങ പ്രതീക്ഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? BJP-യുടെ പ്രത്യയശാസ്ത്രം അതാണ്. BJP-യുടെ പ്രത്യയശാസ്ത്രത്തിന് അനുരോധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. പിന്നെ പ്രതികരിച്ചാലോ? ആശയപരമായി കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ കൃത്യമായ ആളുകളെ കൊന്നൊടുക്കുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസ സാംസ്കാരിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സാംസ്കാരിക നായകന്മാരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തകരുമെല്ലാം പ്രതികരിച്ചു.
അത്തരം പ്രതികരണം വന്നപ്പോഴൊക്കെ അവർക്ക് ഇവർ വിധിച്ച ശിക്ഷ എന്താ? മരണമായിരുന്നു. സമൂഹത്തിൽ ശാസ്ത്രബോധം വളരാനും അന്ധവിശ്വാസങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനും വർഗീയ കോമരങ്ങളുടെ നിഷ്ഠൂരതക്ക് ബലിയാടായി ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന സാംസ്കാരിക നായകരുണ്ട്. നാട് തൊട്ടറിഞ്ഞ, രാജ്യമേറെ സ്നേഹിക്കുന്ന മതേതരവാദികളും ശാസ്ത്രകുതികളുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ നരേന്ദ്ര ദാബോൽക്കർ ഉണ്ട്, ഗോവിന്ദ് ബൻസാരെ, അതുപോലെ തന്നെ കൽബുർഗി, ഗൗരി ലങ്കേഷ്. ഇവരെല്ലാം RSSന്റെ കൊലക്കത്തിക്കിരയായി. എന്താ അവർ ചെയ്ത കുറ്റം? ശാസ്ത്രബോധം ജനങ്ങൾക്ക് പകർന്നു കൊടുത്തു എന്നുള്ളതാണ് അവർ ചെയ്ത കുറ്റം. സാംസ്കാരിക അവബോധത്തിലേക്ക് ഒരു ജനതയുടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ സാംസ്കാരിക പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് അവർ ചെയ്ത കുറ്റം. അപ്പൊ എല്ലാ കാലത്തും നിങ്ങൾ ഇങ്ങനെയായിരുന്നു. നിങ്ങൾ എതിർക്കുന്നവരെ ശാരീരികമായി വകവരുത്തുക എന്ന ഫാസിസ്റ്റ് നയമാണ് നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് വളരെ കൃത്യമായി കേരളം ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. ആ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മാതൃകയായതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അരങ്ങേറുമ്പോൾ, മതേതര വിരുദ്ധമായിട്ട് ഇത്തരം കാര്യങ്ങൾ ജനാധിപത്യ കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിൽ അരങ്ങേറുമ്പോൾ ശക്തമായ പ്രതിരോധമല്ലാതെ മറ്റൊരു കുറുക്ക് വഴിയും നമ്മുടെ മുന്നിലില്ല. അത് ഈ നാട്ടിൽ രക്ഷിതാക്കൾ മനസ്സിലാക്കണം. എൻ്റെ കുട്ടി എവിടെ പോയിട്ട് അധ്യാപകന്റെയും RSSകാരുടെയും കാല് കഴുകാനോ പറഞ്ഞയക്കേണ്ടത് ആലോചിക്കണം. നല്ല ആലോചന വേണം. ചിന്താശേഷി മരവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളതിനെ കുറിച്ചൊരു പുനരാലോചന നടത്തുമെന്ന് തന്നെയാണ് ഞാൻ ഇതിനെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇപ്പോൾ ചർച്ച RSSകാരുടെ പ്രസംഗം എന്താ? മാർക്സിസ്റ്റുകാരും DYFIക്കാരെന്ന് പറയുന്ന പോലെയല്ല. ഞങ്ങളോടൊപ്പം ആളുണ്ട്, ഞങ്ങളെ ന്യായീകരിക്കാൻ ആളുണ്ട്. ഇത് പണ്ടുണ്ടായിരുന്നു. സതി സമ്പ്രദായം നിരോധിക്കുന്ന ഘട്ടത്തിൽ സതി സമ്പ്രദായത്തിന് അനുകൂലമായി വലിയ ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന കാലം മുമ്പുണ്ടായിരുന്നു. അപ്പോൾ ആരാ ഇതിനെ അനുകൂലിക്കുന്നത്? നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തോടൊപ്പം നിൽക്കുന്നവർ RSSന്റെയും സംഘപരിവാറിന്റെയും രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരല്ലേ? മറ്റാരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? പിന്നെന്താ നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം? ലഹരിയും അതുപോലെ തന്നെ ഫ്രീ സെക്സും എല്ലാം വളരെ അപകടകരമായ രീതിയിൽ വ്യാപിക്കുക. അപ്പൊ അതിനെതിരെ കുട്ടികളെ ബോധവൽക്കരിക്കാൻ ഇങ്ങനെയുണ്ട്. കാല് കയ്യാൽ ലഹരിയോടുള്ള താല്പര്യം കുറയും. അപ്പൊ ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. ലഹരിക്കെതിരെ വ്യാപകമായിട്ടുള്ള ബോധവൽക്കരണ പ്രക്രിയയ്ക്ക് സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നു, കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾ നേതൃത്വം കൊടുക്കുന്നു. അപ്പോൾ ലഹരി മാഫിയെക്കുറിച്ച് ഈ കാല് കഴിയുന്നതിനേക്കാൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങളുടെ 8ഓളം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലഹരി മാഫിയ ഉള്ളതും വിദ്യാർത്ഥികളെ ഉൾപ്പെടെ അതിന് വശംവദരാക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. എണ്ണി പറയാം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നാൽ ഈ കേരളം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. മനുഷ്യ നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലേത്. പരമാവധി നല്ല രീതിയിൽ ജനാധിപത്യ ബോധവും സാംസ്കാരിക ബോധവും വെച്ചുപുലർത്തുന്ന ഒരു ജനതയാണ് കേരളത്തിലേത്. നല്ല രീതിയിൽ മതേതര ബോധത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലേത്. എന്നാൽ ഇതര സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളേതല്ല. വളരെ അപകടകരമായ സ്ഥിതിവിശേഷം. അപ്പോൾ ആ കാരണവും ഒരു കാരണവശാലും ന്യായീകരിക്കത്തക്കതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അക്ഷരാർത്ഥത്തിൽ ഇതൊരു ശിലായുഗത്തിലെ ഗുഹാമനുഷ്യനെ പോലെ വീണ്ടും തിരിച്ചു കൊണ്ടുപോവുകയാണ്. പരിഷ്കൃത സമൂഹത്തിൽ നിന്ന് പിടിച്ചു വലിച്ച് പുറകോട്ട് വലിക്കുകയാണ്. അത് പഴയ തത്വശാസ്ത്രം അല്ലേ, നമുക്കറിയാമോ. ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് വളരെ കൃത്യമായി അവരെല്ലാവരും ഒരു തലകുനിക്കുന്ന അല്ലേ സമീപനം ആലോചിച്ചു. ശൂദ്രൻ അക്ഷര പരിവർജയാൽ കേട്ടില്ല. ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. താഴ്ന്ന ജാതിക്കാരുടെ വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നു. ഏകലവ്യന്റെ കഥ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. പഞ്ചമിയുടെ കഥ നമ്മുടെ മുന്നിലുണ്ട്, പഞ്ചമിയുടെ ചരിത്രം. ഈ ഘട്ടങ്ങളിലെല്ലാം ഈ സവർണ മേധാവിത്വം, നമ്മുടെ സമൂഹത്തിൽ ഉള്ള സവർണ മേധാവികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, സവർണ മേധാവിത്വത്തെ പ്രതിനിധീകരിക്കുന്ന അപകടകരമായ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിക്കുന്നവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് സമീപനവും എല്ലാം ഓർക്കുന്നത് നന്നായിരിക്കും. അതിനെയെല്ലാം അത്തരം ഒരു അവഗണനക്കെതിരായി, നിഷേധത്തിനെതിരായി, ആളുകളുടെ അർഹതയുടെ നിഷേധത്തിനെതിരായും നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി നാളിതുവരെ നടത്തിയുള്ള പോരാട്ടങ്ങൾ വർത്തമാനകാല കേരളത്തിൽ ഈ പുതിയ പ്രക്ഷോഭത്തിനും പ്രതിരോധത്തിനും പ്രതികരണത്തിനും കരുത്താണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ ദീർഘിപ്പിക്കുന്ന ഒരുപാട് നേതാക്കൾ ഇവിടെ സംസാരിക്കാനുണ്ട്. തീർച്ചയായും ഈ പ്രതിഷേധം ഇതൊരു കേവലം ഒരു ദിവസമുള്ള ഒരു പ്രകടനത്തിൽ ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതങ്ങനെ വെച്ചുപേക്ഷിക്കാൻ അത്ര പെട്ടെന്ന് അറസ്റ്റുകാരന് കഴിയില്ല. അപ്പൊ ശക്തമായ പ്രതിഷേധം രണ്ട് തരത്തിലാണ്. ശക്തമായ ജനകീയ പ്രതിഷേധം, ജനകീയ മുന്നേറ്റം ഇതിനെതിരായിട്ടുണ്ടാകും. ഇത് മതേതര കേരളത്തിന് അപമാനമാണ്. ഗുരുശിഷ്യ ബന്ധത്തെ മെച്ചപ്പെടുന്നതല്ല, ആരോഗ്യകരമാക്കുന്നതല്ല, ഗുരുശിഷ്യ ബന്ധത്തെ തകർക്കുന്നതാണ്. കുഞ്ഞുങ്ങളിൽ അധമബോധം വളർത്തുകയാണ്, അടിമബോധം വളർത്തുകയാണ്, വിനീത വിധേയത്വം വളർത്തുകയാണ്. നിങ്ങൾ ആലോചിച്ചു. മറിച്ച് കുഞ്ഞുങ്ങൾക്ക് നട്ടല് നിവർത്തി ശിരസ്സുയർത്തി അഭിമാന ബോധത്തോടെ അധ്യാപകരോട് സംശയങ്ങൾ ദൂരീകരിച്ചും അധ്യാപകരെ ബഹുമാനിച്ചും അധ്യാപകരുടെ സ്നേഹ പരിചാരണ വാത്സല്യമെല്ലാം അനുഭവിച്ചറിഞ്ഞും പോകേണ്ടുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് നമുക്കുള്ളത്. ആ സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നത്. നല്ല ജാഗ്രത നമുക്ക് ഉണ്ടാകണം. കേരളത്തിലെ വിദ്യാലയങ്ങൾ സംഘപരിവാറിന് വിളയാടാനുള്ള വേദികളല്ല. നിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ, സരസ്വതി വിദ്യാലയമാണെങ്കിൽ കൃത്യമായിട്ട് എങ്ങനെ വിദ്യാലയം നടത്തിക്കൊണ്ടു പോകണം, എങ്ങനെയായിരിക്കണം സിലബസ്, എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിക്കണം, എന്തെല്ലാം ചട്ടവട്ടങ്ങളുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് നിയമമുണ്ടല്ലോ. വിദ്യാഭ്യാസ രംഗത്ത് നിയമമുണ്ടല്ലോ. ആ ചട്ടങ്ങളും നിയമങ്ങളും ഒന്നും പാലിക്കാതെ തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പ്രചാരകരായി ആ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രചരിപ്പിക്കാനും വളരുന്ന തലമുറയിൽ കുഞ്ഞുങ്ങളിൽ വർഗീയതയുടെ വിഷവിത്ത് മുളപ്പിക്കാനുള്ള ഈ അപകടകരമായ മതേതര വിരുദ്ധ ശ്രമങ്ങൾക്ക് തടയിട്ടേ മതിയാകും. അത് രണ്ട് തരത്തിൽ. ഒന്ന്, ജനങ്ങളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭവും പ്രതികരണവും നമ്മൾ ശക്തീകരിക്കണം. മറ്റൊന്ന്, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യത്തിൽ സർക്കാർ ഇടപെടും. ഒരു മതേതര കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇന്ന് രാവിലെ മുതൽ AEOമാരും DD ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ രംഗത്ത് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇത്തരം വിദ്യാലയങ്ങളുമായിട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബന്തെടുക്കയിലെ പിന്നെ കോൺഗ്രസിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. കോൺഗ്രസിനോട് ചോദിച്ചാൽ അത് ഇപ്പൊ അനസ്തേഷ്യ ഉദ്യോഗസ്ഥമാരില്ല. ഒരു പ്രതികരണമില്ല, 2 ദിവസമായി ഒരു അഭിപ്രായമില്ല, ഒരു പ്രതികരണമില്ല. ഉണ്ടാവൂല. അത് അവരുടെ നയാണ്, അവരുടെ സമീപനാണ്. RSSും BJPയും ഉൾപ്പെടെയുള്ള സംഘപരിവാർ ശക്തികൾ വർഗീയ ഏറ്റവും അപകടകരമായിട്ടുള്ള വർഗീയ കലാപത്തിനും വർഗീയ സംഘർഷങ്ങൾക്കുമെല്ലാം വിഷവിത്തിടുന്ന ഘട്ടത്തിലൊക്കെ ഗാലറിയിൽ ഇരുന്ന് കളി കാണുകയായിരുന്നു കോൺഗ്രസ്. ഇപ്പോഴും ഇത്രയും. കാരണം ഇന്ത്യയിൽ മതേതരത്വം ശാക്തീകരിക്കാനും മതേതരത്വത്തിന് വേണ്ടി ഏറ്റവും നിലകൊണ്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിദ്യാഭ്യാസ നിയമങ്ങൾ ആവിഷ്കരിക്കുന്നതിലും അതിൻ്റെ ബില്ല് കൊണ്ടുവരുന്നതിലും മതനിരപേക്ഷത ഇതിൻ്റെ ഉള്ളടക്കത്തിൽ ഉറപ്പുവരുന്നതിലുമെല്ലാം ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് ഏറ്റവും കൂടുതൽ മതേതരത്വം നിലനിൽക്കുന്ന ആഗ്രഹിച്ചതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വമാനവനായിട്ടുള്ള ആളാരാ? മഹാത്മാഗാന്ധിയാണ്. ബൈബിളും ഖുറാനും ഗീതയും എല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നാട്ടിലെല്ലാം മതസൗഹാർദ്ദ ഗീതയുമായി മുന്നോട്ട് പോകുന്ന രാഷ്ട്രപിതാവിനെ നാം ഓർക്കുന്നില്ലേ? ആ മഹാത്മാഗാന്ധിക്ക് ജയ് വിളിക്കുന്ന കോൺഗ്രസ് എവിടെ? സവർക്കറുടെ ചിത്രം പാർലമെന്റിൽ ഉയർത്തുമ്പോൾ പ്രതികരിച്ചിട്ടില്ല കോൺഗ്രസ് എംപിമാർ. പ്രതികരിക്കാനൊട്ട് നിർവാഹമില്ല. വായ മൂടിക്കെട്ടിയിരിക്കുക. അധികാരത്തിന്റെ അപ്പകർഷണത്തിന് വേണ്ടി വന്നാൽ ഒന്നിച്ചു നിൽക്കുക. അപ്പൊ കോൺഗ്രസ് എന്നാൽ വിവേകമുള്ള ചിന്താശേഷി മരവിച്ചിട്ടില്ലാത്ത ബന്തെടുക്കയിലെ കോൺഗ്രസ് കുടുംബങ്ങൾ, രക്ഷിതാക്കൾ ഒരാലോചന നടത്തണം. ഇന്ന് രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കാലുമക്കാലെല്ലാം കഴിച്ച് ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം, എന്താണ് ഈ പൊതുയോഗത്തിന് മാർക്സിസ്റ്റുകാർ പറയുന്നത്, ഡിവൈഎഫ്ഐക്കാർ പറയുന്നത് ശരിയാണോ? ഇത് ഈ നാടിന് യോജിച്ചതാണോ? ഈ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുമോ? നമ്മുടെ മക്കളും പഠിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് ജാതിയുടെ മതത്തിന്റെ അതുപോലെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇങ്ങനെ മാഷന്മാരെയും BJP നേതാവിനെയും കാല് കഴുകാൻ പറഞ്ഞാൽ ചിലരുടെ ശരിയാവുക ആലോചിക്കണം. ഇത്രയും ഞങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഇത് ജനങ്ങളുമായി ചർച്ച ചെയ്യണം. ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. അത് RSS ആയാലും BJP ആയാലും. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് പരസ്യവേദിയെ സംവാദത്തിന് വരാൻ? ഇടതുപക്ഷ രാഷ്ട്രീയം, മതേതര രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനം അതിന് തയ്യാറാണ്. എങ്ങോട്ടാണ് ഇന്ത്യയുടെ പോക്ക്? ഈ മതേതര ഇന്ത്യയുടെ പോക്ക്? അത് നിങ്ങൾ ഭരണതലത്തിൽ തന്നെ എല്ലാ അപകടകരമായിട്ടുള്ള രീതിയിൽ പഴയ കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല, കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ. പക്ഷേ ഈ വർത്തമാനകാല കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ അരങ്ങേറിയാൽ പ്രതികരിക്കാനുള്ള കരുത്തുള്ള, സംഘക്കരുത്തുള്ള, സമരശേഷിയുള്ള പ്രസ്ഥാനം ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരും നാളുകളിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ പ്രത്യയശാസ്ത്രം കുഞ്ഞുങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു, അതിനെതിരെ പ്രതിരോധിക്കാൻ, അതിനെ പ്രതിഷേധിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ യുവജനങ്ങളും വിദ്യാർത്ഥികളും തെരുവിൽ കിടക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
എല്ലാവരുടെയും സഹകരണമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു DYFIയുടെയോ SFIക്കാരൻ്റെയോ CPMകാരൻ്റെയോ പ്രശ്നമല്ല. ഇത് ഈ നാടിന് വലിയൊരു അപായം, ഈ നാടിനൊരു ആപത്ത് വലിച്ചു വെക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിഷ്കളങ്കരായിട്ട് പാവപ്പെട്ട കുഞ്ഞുങ്ങൾ, വെണ്ണ പോലെയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സ്. ആ വെണ്ണ പോലെയുള്ള മനസ്സിനെ എങ്ങനെയാണോ ഉരുട്ടി രൂപപ്പെടുന്നത്, ആ രൂപം അതിലുണ്ടാകും. അപ്പൊ വർഗീയതയുടെ വിഷവിത്ത ഭാഗ്യം ഉളപ്പിച്ച് തീവ്ര ഹിന്ദുത്വ നിലപാടിലൂടെ അതങ്ങ് ഉരുട്ടിയെടുത്താൽ അടുത്തിരിക്കുന്ന സ്കൂളുകളിലേക്ക് പിന്നീട് പോയാൽ, കോളേജിലേക്ക് പോയാൽ അടുത്തിരിക്കുന്ന ഇതര മതവിശ്വാസികൾ അല്ലെങ്കിൽ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളായിട്ടുള്ള സഹോദരങ്ങളെ അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല. അവിടെ സ്പർദ്ധ വളരും. വേണോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ നാടിന്റെ ഐക്യത്തെയും ഭദ്രതയുമാണ് ഇത് ചോദ്യം ചെയ്യുന്നത്. നമ്മുടെ ജനാധിപത്യ പാരമ്പര്യത്തെയാണ് ഇത് ചോദ്യം ചെയ്യുന്നത്. നമ്മുടെ മതേതര പാരമ്പര്യത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് മതനിരപേക്ഷ മനസ്സ് ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ തെറ്റായ വഴിക്ക് നീക്കാൻ പര്യാപ്തമായ ഇത്തരം ദുർനടപടികൾക്കെതിരായി ബഹുജന മനസാക്ഷിയുടനും ജനാധിപത്യ വിശ്വാസികളും പുരോഗമനകാരികളുമെല്ലാം നമുക്കൊന്നിച്ചൊന്നായി മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതികൂല കാലാവസ്ഥയിലും അമർഷമായി പ്രതിഷേധവുമായി ഇവിടെ എത്തിച്ചേർന്ന യുവജന വിദ്യാർത്ഥി സഖാക്കളെ പ്രത്യേകിച്ചും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാനവ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അഭിവാദ്യം.